ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ആക്ഷനെ കുറിച്ചാണ്. ഇത് കാണുന്ന ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും റിലേഷൻഷിപ്പിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, അതിൽ ഒരു കാലചക്രം അവസാനിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ലൈഫ് പീരീഡ് അവസാനിക്കുകയാണ്. ഇത്ര നാളും കടന്നുപോയ പോലെ ആയിരിക്കില്ല ഇനി അങ്ങോട്ടുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളുടെ പല റിലേഷൻഷിപ്പിലും കാണുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഓക്കെ, ഭയങ്കര അതോറിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, മെച്ചുവേർഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഓക്കെ, എന്നിരുന്നാലും ഇപ്പോഴത്തെ ആ വ്യക്തിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ആ ഓർമ്മകൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിന് വളരെയധികം വലിഞ്ഞു മുറുക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൾ എന്ത് ചെയ്താലും ആ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ ഇപ്പൊ വെറുതെ ഇരിക്കാൻ ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ. കാരണം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മകളായിരിക്കും ആ ഒരു പേഴ്സണെ വന്ന് മൂടുന്നുണ്ടാവാം. അപ്പൊ ആ ഒരു പേഴ്സൺ എന്താ ചെയ്യണമെന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ മറക്കാനായിട്ട് വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാനിപ്പോ കാണുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഈ ഒരു വ്യക്തിക്ക് ഇപ്പോ നിങ്ങളോട് വളരെയധികം ഒരു എന്താ പറയാ ഭയങ്കര അതൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഇതാ ഡെവിൾ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വളരെയധികം അട്രാക്റ്റഡ് ആണ് ആ ഒരു വ്യക്തി. പാഷൻ, നിങ്ങളോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ പ്രെയർ ചെയ്യുന്നുണ്ടാവാം ആ ഒരു വ്യക്തിയോട്. ഇങ്ങനെ എന്താ പറയാ, നിങ്ങൾക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ ഒരു റീയൂണിയൻ സംഭവിക്കാനൊക്കെ ആയിട്ട് ആ ഒരു വ്യക്തിയും നിങ്ങളും പ്രേ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഈഗോ വിട്ടിട്ട് കളിക്കാനും ഇഷ്ടമല്ല. ഇതിലെ ഭൂരിപക്ഷം ആൾക്കാരും നിങ്ങൾ യൂണിയൻ ആയി കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോഴേക്കും തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങൾ വീണ്ടും ഒരു യൂണിയൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു റിപ്പീറ്റേറ്റീവ് ആയിട്ട് തന്നെ ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഓൺ ഓഫ് ബന്ധമാണ് നിങ്ങൾ തമ്മിൽ. നിങ്ങൾ ചിലപ്പോൾ തല്ലു പിടിച്ചിട്ട് കുറച്ച് നാളത്തേക്ക് അതൊന്നും നിൽക്കാം, പിന്നെ വീണ്ടും റീയൂണിയൻ സംഭവിക്കാം. പക്ഷെ റീയൂണിയൻ സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ റിപ്പീറ്റ് ആയിട്ട് തന്നെ ആദ്യത്തെ 2-3 ദിവസം വളരെ സ്നേഹത്തിലൊക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾ പണ്ടൊക്കെ ചെങ്ങനെ തെങ്ങുമ്പോ തന്നെ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാവുക. വീണ്ടും ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് തല്ലു പിടിക്കുക, അത് ഇതെന്നൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു കറന്റ് സിറ്റുവേഷൻ ആ ഒരു പേഴ്സന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ വളരെയധികം വിഷമത്തിൽ തന്നെയാണ്. കാരണം ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ വിട്ടു, ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല, അല്ലെങ്കിൽ അവനെ മിണ്ടാനായിട്ട് അങ്ങോട്ട് പോവില്ല, എന്തിനു വെറുതെ പോകണം, എന്നോടൊരു ആ ഒരു പ്രയോറിറ്റി എനിക്ക് തരുന്നില്ല, അല്ലെങ്കിൽ എന്നെ മതിയായ ഗവനിക്കലില്ല, എന്നെ എപ്പോഴെപ്പോഴും റെസ്ട്രിക്ട് ചെയ്യുക, ചീത്ത പറയാ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഫ്രണ്ട്സിന്റെ കാര്യങ്ങളിൽ പറഞ്ഞ് നിങ്ങൾക്ക് എന്നെക്കാളും പ്രയോറിറ്റി അവരായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തല്ലുപിടുത്തം നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. എന്നാൽ പോലും തല്ലുപിടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും അതെ തല്ലുപിടിച്ച് കഴിഞ്ഞാലും പോയി കഴിഞ്ഞാൽ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഒന്നിനോടും ഒന്നും കോൺസെൻട്രേഷൻ ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പൊ കോൺസെൻട്രേഷൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ ആ ഒരു വ്യക്തി ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓരോ വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മറക്കാനായിട്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് ആ വ്യക്തി. ആ ഒരു ഓർമ്മകളൊന്നും വരാണ്ടിരിക്കാൻ ഞാൻ എൻഗേജ്ഡ് ആണ്, ഞാൻ ഹാപ്പി ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റസുകളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ടാവും. പക്ഷേ എന്താ പറയാ വേറൊരു ഭാഗത്ത് ആ വ്യക്തി വളരെയധികം വിഷമിച്ച് ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ 4 ഓഫ് കപ്സ് ഉണ്ട്, ഇവിടെ 7 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ഇതിൽ രണ്ടെണ്ണത്തിലും കാണാൻ ഒരു വ്യക്തി ഭയങ്കര ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം. നിങ്ങളും അതെ, നിങ്ങളുടെ സിറ്റുവേഷൻ അത് തന്നെയാണ്. ആ വ്യക്തി ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളും ഇതിനപ്പുറം ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ നിങ്ങളും ഈ ഒരു ഇതിൽ നിങ്ങളെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളായിരിക്കും നിങ്ങൾക്ക് കൂടുതലും. ആ ഒരു നിങ്ങളുടെ ആ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളെ ചുറ്റിപ്പറ്റി വലിഞ്ഞു മുറുകണായിട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ആളില്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പൊ ആ ഒരു വ്യക്തി വളരെയധികം വിഷമിച്ച് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ പുറമേക്കൊക്കെ പോയി കഴിഞ്ഞാല് വേറെ ഈ ഒരു വ്യക്തിയെ പലരും അസൂയപ്പെട്ടിട്ട് നോക്കി നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു വ്യക്തിയോട് പലർക്കും ഒരു ഭയങ്കര ഒരു അട്രാക്ഷനും, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സൗന്ദര്യത്തിലാവാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഡിസിഷൻ മേക്കിംഗ് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അതൊക്കെ കണ്ടിട്ട് പലർക്കും ഒരു അട്രാക്ഷൻ ആ ഒരു വ്യക്തിയോട് തോന്നുന്നുണ്ടാവാം. ഇതൊക്കെ കൊണ്ടിട്ടായിരിക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ള ചിന്തയിൽ നിങ്ങൾ അതും ഇതൊക്കെ ചിന്തിച്ച് വെറുതെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് അതും ഒരു നിങ്ങളുടെ തല്ലുപിടുത്തത്തിന് ഒരു ഭാഗമായിട്ട് ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ, നിങ്ങൾ സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള കാര്യത്തിൽ പെട്ടെന്ന് ഒരു ചേഞ്ചസ് ഇനി സോറി
ഇനി വരാനുള്ള കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് ചിലപ്പോൾ ചില കാര്യത്തിൽ നിങ്ങൾ ഇനി ഈ ഒരു ബന്ധം ഉണ്ടാവില്ലായിരിക്കാം, ചിലപ്പോൾ അത് നിർത്തിയിട്ട് പോയിട്ടുണ്ടാവാം എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ ഇരിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആവാൻ പോവുകയാണ്. കാലചക്രം ഇവിടെ വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ ഏസ് ഓഫ് വാൺസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ ഒരു ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും തന്നെയാണ് കാണിക്കുന്നത്. പുതിയൊരു ആക്ഷൻ നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളോടായിട്ടൊന്ന് സംസാരിക്കാനോ ഉള്ളൊരു എന്തെങ്കിലും ഒരു കാര്യത്തെ അവര് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ എങ്ങാനും ഈ ഒരു വരുന്ന കാര്യത്തിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധനം തന്നെ ഇല്ല അതൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സില്ലി മാറ്റർ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് കാണുന്ന പലർക്കും സ്ത്രീകളാണെങ്കിൽ കുറച്ച് തല്ലുപിടുത്തം, പറയാ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പോലെയുള്ള സംസാരം, അവരെടുത്ത് എപ്പൊ നോക്കിയാലും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, തല്ലുപിടിച്ചോണ്ടിരിക്കുക, നീ അങ്ങനല്ലേ നീ ഇങ്ങനെയല്ലേ എന്നൊക്കെ ഉള്ളൊരു സ്ത്രീകളാണ് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വെറുതെ അയാളെ ദേഷ്യം പിടിപ്പിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക. പിന്നെ ക്യൂൺ ഓഫ് സോൾസ് ആണ് ഇവിടെ. തല്ലുപിടുത്തം പലതും നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാവുന്നതാണ്. കാരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് ഉള്ളതാണ് തോന്നുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എയ്റ്റ് ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്, ഏസ് ഓഫ് വാൺസും കിട്ടിയിട്ടുണ്ട്. ഇവിടെ പലതും പോസിറ്റീവ് ആയിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാവും തന്നെയാണ്. ആ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു സില്ലി മാറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വരണം അയാൾക്ക്. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ കാര്യം എന്തെങ്കിലും അതെനിക്ക് വേണം, നിന്റെ കയ്യിൽ അതുണ്ടോ, അല്ലെങ്കിൽ നീ അവനോട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്തിന് പറഞ്ഞു, അല്ലെങ്കിൽ നീ അവളോട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്തിനാ നീ അങ്ങനെ പറഞ്ഞ ഞാൻ അറിഞ്ഞ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സില്ലി മാറ്റർ വെച്ചിട്ടായിരിക്കും ആള് വരാൻ പോകുന്നത്. എന്തായാലും ഒരു റിയൂണിയൻ ഇവിടെ സംഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആളുടെ മനസ്സിലുള്ള ഒരു വേർഡ്സ് നിങ്ങളോട് പറയാനായിട്ട്, മനസ്സിൽ അവരുടെ ഒരു ഹിഡൻ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളോട് പറയാനായിട്ട്. ഓക്കെ, ആ പേഴ്സൺ ഇപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആ ഒരു പേഴ്സൺ സ്വയം പശ്ചാത്തപിക്കുകയാണ്. കാരണം ആ ഒരു പേഴ്സൺ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, ഇതെന്റെ തെറ്റായിരുന്നു, എന്നിട്ട് പോലും ഞാൻ അവളെ ബ്ലെയിം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ ബ്ലെയിം ചെയ്തു. ഇപ്പൊ നീ അവള് അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവള് ചിന്തിക്കുന്നുണ്ടാവോ ഞാൻ ആ ഒരു വ്യക്തിക്ക് ഉള്ളതല്ല, വേറെ പേഴ്സൺ ആ ഒരു ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി പോകുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയും ഭയവും, വിട്ടിട്ട് പോവോ എന്നൊക്കെ ഉള്ള ചിന്തയും ഭയമൊക്കെ ഉള്ളിലുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഐ വിഷ് ഐ കുഡ് ടേക്ക് ബാക്ക് മൈ വേർഡ്സ്. അതായത് ഇപ്പൊ നിങ്ങൾ തല്ലുപിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ആവുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ വ്യക്തിക്ക് ആ ടൈമിൽ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള ആ വേർഡ്സിനൊക്കെ ഒരു പശ്ചാത്താപമാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ അങ്ങനെ എന്റെ ആ വേർഡ്സ് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് സോറി പറയണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിങ്സിൽ നിൽക്കാണ് കേട്ടോ. പിന്നെ രണ്ടുപേരും യങ് ആണ്. ഇപ്പൊ വളരെ ഈ ഒരു നമ്മൾക്ക് ആ ഒരു നമ്മളുടെ മനസ്സുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യത്തിൽ വളരെ യങ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഒരു പേഴ്സൺ മെച്ചുവേർഡ് ആണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വകാര്യ നിമിഷത്തിലൊക്കെ വളരെ ഒരു കുട്ടിക്കളിയായിട്ടും കുട്ടികളുടെ പ്രകൃതൊക്കെ ആയിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരാളായിട്ട് കാണുന്നുണ്ട്. ഐ ആം ബിക്കമിങ് എ ബെറ്റർ പേഴ്സൺ. അതായത് ഞാൻ ഒരു ബെറ്റർ പേഴ്സൺ ആവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ആയിട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ ഇതുപോലെ ചെയ്യരുത്, അത് പാടില്ല, ഇതുപോലെ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ പറയുന്നുണ്ടാവാം. അപ്പൊ അവർ ചിന്തിക്കുന്ന അത്ര നല്ലതല്ല, നമ്മുടെ ലൈഫിൽ ഒരു റെസ്ട്രിക്ഷൻസ് പാടില്ല, നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിൽപ്പാട് ചിന്തിക്കാണ് കേട്ടോ. ഇതൊക്കെയാണ് ആളുടെ മനസ്സിലുള്ളത്. ഓക്കെ.